അവിടെ തന്നെ. ഡൽഹിയിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു. അല്ലെങ്കിൽ 2019 ഡൽഹി അല്ല 2024 ഡൽഹി എന്ന് പറയുന്ന ഒരു കണക്ക്. 5 മുതൽ 7 വരെ NDAക്ക് പറയുമ്പോൾ 2 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടിയേക്കും. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്ന സഖ്യമായി മത്സരിക്കുന്ന ഡൽഹിയിൽ മത്സരിച്ചിട്ടും വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ടില്ല. 0 മുതൽ 2 സീറ്റാണ്. 2014-ലും 19-ലും 7 സീറ്റുകളിലും വിജയക്കൊടി പാറിച്ചത് BJPയുടെ സ്ഥാനാർത്ഥികളായിരുന്നുവെങ്കിൽ ഇത്തവണ അതിന് മാറ്റമുണ്ടായേക്കാം. ഇന്ത്യ സഖ്യത്തിന് 2 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്നുള്ളതാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേജ്രിവാൾ ഇഫക്റ്റ്, സ്വാതി മാലിവാൾ, ഇങ്ങനെ കുറെ വിഷയങ്ങൾ വന്നു നിന്ന ഒരു സാഹചര്യം. കേജ്രിവാളിന്റെ അറസ്റ്റ് ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ അത് ഏറ്റവും സാധ്യതയുള്ള ഇടമാണ് ഡൽഹി. അവിടെ അത് അത്രമാത്രം സാധ്യമാകില്ല എന്ന് വേണം കാണാൻ. 2 സീറ്റ് വരെയാണ് എക്സിറ്റ് പോൾ. ഒരു സീറ്റ് പോലും BJPക്ക് കേന്ദ്ര തലസ്ഥാനത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും. കാരണം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, ജയിൽവാസം, പിന്നീട് ജാമ്യത്തിൽ നിന്ന് കെജ്രിവാൾ പുറത്തിറങ്ങിയപ്പോൾ ലഭിച്ച പുത്തൻ ഉണർവ്, അതെല്ലാം ആയിരുന്നു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. BJPയെ സംബന്ധിച്ച് വലിയ അഭിമാന പോരാട്ടമായിരുന്നു BJPയെ സംബന്ധിച്ച്. അവിടെ നിലനിർത്തുക, അവിടെ ഒരു തിരിച്ചടി BJPക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. മറ്റെവിടെ നേട്ടം ഉണ്ടാക്കിയിട്ടും ഡൽഹിയിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് BJPയെ സംബന്ധിച്ച് സഹിക്കുന്നതല്ല. ആം ആദ്മിയുടെ 4 സീറ്റും കോൺഗ്രസിന്റെ 3 സീറ്റും ഉണ്ട്. അത് ഉറ്റുനോക്കുന്നതിന്റെ വിഷയം. പക്ഷേ അപർണ, എനിക്ക് അപ്പോഴും സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യ സഖ്യം ഏറ്റവും ആദ്യം തന്നെ സീറ്റ് ചർച്ചകളിൽ ധാരണയെത്തുന്നു. കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. 4 സീറ്റുകളിൽ AAP മത്സരിക്കുന്നു. അപ്പോഴും 2 സീറ്റുകൾ എന്നതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യ സഖ്യമൊക്കെ വലിയ മേൽക്കൈ നേടാൻ സാധ്യതയുണ്ടെന്ന് കേരളത്തിലെ നേതാക്കളെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാകുമെന്ന് തോന്നുന്നു. പറഞ്ഞ മാതിരി സ്വാതി മാലിവാൾ വിഷയത്തിനകത്ത് ഈ കേജ്രിവാൾ ഇഫക്ട് മങ്ങിപ്പോയി എന്ന തരത്തിലുള്ള ഒരു വിശകലനങ്ങളൊക്കെ വന്നുകൂടായില്ല. ഈ തരത്തിലാണ് വരുന്നത്. ഒട്ടും ആശ്വാസം നൽകുന്നതല്ല ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് തന്നെ പറയാം. എന്തായാലും BJPക്ക് അനുകൂലമായ തരംഗം ഉണ്ട് രാജ്യത്ത്. മോദി പ്രഭാവം മങ്ങിയിട്ടില്ല, മോദി തരംഗം തന്നെ ഉണ്ട് എന്നതാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് ഡൽഹിയിലും നമുക്ക് കാണാൻ കഴിയുന്നു. വിചാരിച്ച ഒരു തിരിച്ചടിയോ പതർച്ചയോ BJPക്ക്. റോണി കെ ബേബി, വലിയ പ്രതീക്ഷ. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആം ആദ്മിക്ക് വോട്ട് ചെയ്യുന്ന ആ ദൃശ്യങ്ങളൊക്കെ ഡൽഹിയിൽ നിന്ന് വന്ന ആ ഒരു ഓർമ്മയുണ്ട്. ഈ സമയത്ത് നിൽക്കുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് ഇതിലും വലിയ ഒരു മുന്നേറ്റമല്ലേ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കേജ്രിവാൾ ആ കേജ്രിവാൾ ഇഫക്റ്റ് ആഞ്ഞടിക്കും ലോക്സഭയിൽ എന്ന് ഇന്ത്യ സഖ്യം, കോൺഗ്രസ് അടക്കം പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഞങ്ങളുടെ അവിടുത്തെ പ്രതീക്ഷ 4 മുതൽ 5 വരെ സീറ്റാണ്. ഞങ്ങൾ ആ പ്രതീക്ഷയിൽ നിന്നും ഒരു ചൂട് പോലും ഞങ്ങൾ പുറത്തു പോകാനായിട്ട് പിന്നെ ഞങ്ങൾ തയ്യാറല്ല. വോട്ടെണ്ണി കഴിയുമ്പോൾ നോക്കിയോ ഡൽഹി കൃത്യമായി തന്നെ മാറി ചിന്തിക്കും. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദേശീയ രാഷ്ട്രീയത്തിൽ ആര് അധികാരത്തിൽ വരുന്നു എന്നതിന് കൃത്യമായ സൂചന നൽകുന്ന പ്രദേശമാണ് ഡൽഹി. 2014-19 BJP തൂത്തുവാരി. കഴിഞ്ഞ BJPക്ക് 54% വോട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഏകദേശം 2 സീറ്റുകൾ ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ NDT ഈ പറയുന്ന ന്യൂസ് 18 സർവേയിൽ. അത് ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. ഞങ്ങൾ 4 അല്ലെ 5 സീറ്റ് ഞങ്ങൾ നേടിയിരിക്കും. ഒരു സംശയമില്ല. റോണിക്ക് എന്തായാലും നമ്മുടെ സർവേയോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. 5 സീറ്റുകൾ 4 or 5 സീറ്റ് നേടും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത്. അപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഈ ഡൽഹി എപ്പോഴും ചിന്തിക്കുന്നത്, അപർണ, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ ജനങ്ങൾ ഒരു സംശയം കൃഷ്ണദാസിനോട്. കൃഷ്ണദാസ്, BJPയെ സംബന്ധിച്ചോളം 7-6 പുതുമുഖങ്ങളായിരുന്നു ഡൽഹിയിൽ നിർത്തിയിരുന്നത്. ഒരു പക്ഷേ ഈ തരത്തിലാണ് ഫലം പുറത്തു വരുന്നതെങ്കിൽ ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ചെറിയ ഒരു പാളിച്ച പറ്റിയെന്നൊക്കെ BJP കരുതാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ കരുതുന്നുണ്ടോ? ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJPക്കെതിരായി വ്യാപകമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾക്ക് കോപ്പുകൂട്ടിയ ഒരു പ്രദേശമാണ് ഡൽഹി. ഡൽഹിയിലെ സീറ്റുകളെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്ന് BJPയെ പരാജയപ്പെടുത്താൻ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ ഏറ്റവും ആദ്യം തന്നെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും CPM-ഉം CPI-യും അടക്കമുള്ള ഇന്ത്യ മുന്നണി കക്ഷികൾ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. എങ്കിൽ പോലും BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 57% വരുന്ന വോട്ടുകൾ
അത് കൂടുക എന്നുള്ളതല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തും ആസാമും ഛത്തീസ്ഗഡും രാജസ്ഥാനും ഒക്കെ പോലെ തന്നെ ഡൽഹി അതേ സ്ഥിതിയിൽ തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണങ്ങൾ, രാഷ്ട്രീയ പ്രചരണങ്ങൾ, അതെല്ലാം കേവലം രാഷ്ട്രീയമാണെന്ന് അവിടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്കറിയാം. അവരതെല്ലാം തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീ കെജ്രിവാളിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി ശക്തമായിട്ടുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടി ശ്രമിച്ചത്. അതെല്ലാം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വലിയൊരു പരിവേഷം കിട്ടാൻ പോകുന്നു, ഒരു സഹതാപ തരംഗമുണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഉയർത്തിവിട്ട രാഷ്ട്രീയം, അതെല്ലാം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ അതിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ പുറത്തു വന്നു. അവിടെ നിന്നുള്ള കള്ളക്കളികൾ പുറത്തു വന്നു, അവിടെ നിന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നു. ആ പാളയത്തിൽ തന്നെ എന്താണ് സംഭവിച്ചത്? പക്ഷേ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ആം ആദ്മിയെ സംബന്ധിച്ചുള്ള